പത്രോസ്, ഇവിടെ നിന്ന് ഗലീലയിലേക്ക് പോകുമ്പോൾ സമരിയയിൽ കൂടി വേണം നമുക്ക് പോകാൻ. അവിടെ സിക്കറിലുള്ള യാക്കോബിന്റെ കിണർ നിലത്തുകൊണ്ട് പോകണം. എല്ലായിടത്തും എനിക്ക് സുവിശേഷം പ്രസംഗിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവിടെയും എനിക്കൊരു ദൗത്യമുണ്ട്. ഒന്നും ബാക്കി വെച്ച് പോകുവാൻ പിതാവ് ആരെയും അനുവദിക്കുന്നില്ല. യാക്കോബിന്റെ കിണർ വളരെ പ്രസിദ്ധമാണ്. അത് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എന്താണ് പത്രോസ്, നിനക്കൊരു സന്ദേഹം? ഗുരു, സമരിയയിലെ മ്ലേച്ഛന്മാർക്ക് നമ്മൾ യഹൂദരോട് വിരോധമല്ലേ? പണ്ടുകാലത്ത് പേർഷ്യയിലെ പുറജാതിക്കാരുമായി കലർന്നവരുടെ സങ്കര സന്തതികളല്ലേ സമരിയക്കാർ? അവർ ദുഷ്ടന്മാരും അധർമ്മികളുമാണ്. ഗുരു, സമരിയക്കാരെ കാണുന്ന പോലും നമ്മൾ യഹൂദർക്ക് അപമാനമല്ലേ? വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ, നഷ്ടപ്പെട്ടവരെ തേടി പിടിക്കുവാനും വേണ്ടിയാണ് മനുഷ്യപുത്രനായ ഞാൻ വന്നിരിക്കുന്നതെന്ന് നീ അറിയുന്നില്ലേ യോഹന്നാൻ? ഗുരു, അങ്ങയുടെ കൂടെ എവിടെ വരാനും ഞങ്ങൾ ശിഷ്യർ എല്ലാവരും തയ്യാറാണ്. എങ്കിലും യോഹന്നാൻ അവന് സംശയം പറഞ്ഞേ ഉള്ളൂ. വരുതി, നമുക്ക് പോകാം.